കർഷകന് വേണ്ടി നിലകൊള്ളുന്ന ആരായാലും അത് ഏത് ചെകുത്താൻ വന്നാലും സാരമില്ല, കർഷകന് ജീവിക്കണം. ഞങ്ങൾക്ക് അതിജീവനത്തിലുള്ള വഴി വേണം. കേരളത്തിൽ ഇപ്പം നമുക്ക് ഇടതുമുണ്ട് വലതുമുണ്ട്. ഈ രണ്ടുപേരുടെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മൂന്നാമത്തത് ഊഹിച്ച് പറയാവുന്നതേ ഉള്ളൂ. അത് പിതാവ് നട്ടലിനോടുകൂടെ പറഞ്ഞു. രാഷ്ട്രീയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഗുണം ചെയ്യാത്ത ഒരു രാഷ്ട്രീയം ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. പിതാവ് ഈ പറഞ്ഞതിന് ഞങ്ങൾക്ക് രാഷ്ട്രീയ നോട്ടമില്ല. മലയോര മക്കൾ എന്തായാലും കൂടെ നിൽക്കും. ഞങ്ങൾക്ക് കൂടെ നിൽക്കാതെ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ അവസ്ഥ അതാണ്. ക്രൈസ്തവരോടുള്ള സ്നേഹത്തെ പ്രതി അവർ പറയുന്ന കാര്യങ്ങളാണ്. അതായത് BJP കേരളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രൈസ്തവരെ മൊത്തം അമർച്ച ചെയ്ത് കളയും, കൊന്നുകളയും എന്നുള്ള രീതിയിലാണ്. തീർച്ചയായും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. കാരണം എന്തായാലും ഞങ്ങൾ ഇവിടെ കാട്ടാനയുടെ ചവിട്ട് കൊണ്ടിട്ടോ അല്ലെങ്കിൽ കാട്ടുപന്നിയുടെ കുത്തു കൊണ്ടിട്ടോ അല്ലെങ്കിൽ കടുവയെ കടിച്ചു കീറിയിട്ടോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ചാകാൻ വേണ്ടി തന്നെയാണ് ഇവിടെ മലയോര കർഷകർ ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇനി വിശ്വാസത്തിന്റെ പേരിൽ ചാകാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ, ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാംബ്ലാനിയുടെ നിലപാടുകളും വിവാദ പ്രസ്താവനയും കർഷകരെ സഹായിക്കാനോ അതോ BJPയെ സഹായിക്കാനോ മലയോര കർഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ടാണ് പിതാവ് സംസാരിച്ചത്. അത്ര പോരായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിതാവ് ഒരു 20% പറഞ്ഞിട്ടുള്ളൂ. കുടിയേറ്റ ജനതയുടെ വിഷമത്തിൻ്റെ ഒരു 20% മാത്രം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടായിരുന്നു, അത് പിതാവ് പറഞ്ഞില്ല. പിതാവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ. നമ്മൾ രാഷ്ട്രീയത്തിനെല്ലാം അതീതമായിട്ട് മതത്തിനുമൊക്കെ അതീതമായിട്ട് കർഷകർ ഐക്യപ്പെടണമെന്നുള്ളതാണ്. അല്ലാതെ കർഷകന് രക്ഷയില്ല എന്നുള്ളതാണ് പിതാവ് പറഞ്ഞതിൻ്റെ അർത്ഥം. രാഷ്ട്രീയമല്ല അതിൻ്റെ അകത്തുള്ളത്. കർഷകർക്ക് വേണ്ടിയിട്ടാണ് പിതാവ് പറഞ്ഞത്. ഈ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ്? വർഷങ്ങളായിട്ട് മണ്ണിൽ പടിയെടുക്കുന്ന ഒരു കർഷകനാണല്ലോ താങ്കൾ. അതെ, ഞാൻ 1966 ഇവിടെ വന്നതാണ്, 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അന്ന് ഇവിടെ ഈ തെങ്ങും റബ്ബർ ഒന്നുമില്ല. ഈ പനക്കൃഷിയുള്ള കാലമാണ്. ആ പനക്കൃഷിയുള്ള കാലത്ത് പനം കൊത്തിയിട്ട് കൃഷി ചെയ്യുന്നൊരു കാലമാണ്. അന്ന് ഞങ്ങളൊക്കെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് വരുമ്പോഴും ഈ കാവൽ മാടങ്ങളിൽ നെല്ല് കാവിൽ പോകുന്ന കാലത്തും ഒരു കാരണവന്മാരും പന്നിയെ പേടിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം പന്നിയെ പേടിക്കേണ്ട കാര്യമില്ല. പന്നി മനുഷ്യൻ്റെ ശബ്ദം കേട്ടാൽ ഓടിപ്പോകുന്ന കാലമായിരുന്നു. ഇന്നിപ്പം മനുഷ്യൻ ശബ്ദം വിട്ടാൽ പന്നി ഓടി വരുന്ന കാലമായിട്ട് മാറി. ഈ പന്നിയെ ഇവിടെ ഈ നാട്ടിലിറങ്ങിയ പന്നി ഇനി കാട്ടിൽ പോയി ജീവിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാട്ടിൽ ഈ പന്നിയൊക്കെ ജീവിക്കുന്നത് വല്ല പാമ്പോ കാട്ടുകിഴങ്ങൊക്കെ തിന്നിട്ടാണ്. കാട്ടുകിഴങ്ങെന്ന് പറഞ്ഞാൽ നേരെ അടിയിലോട്ട് പോകുന്ന സാധനമാണ്. ഈ മേലെ ഇരിക്കുന്ന കപ്പ തിന്ന് പഠിച്ച് പന്നി ഇനി കാട്ടിലോട്ട് പോകുമോ? ഞാൻ പറയുന്നത് ഈ നാട്ടിലിറങ്ങിയിട്ടുള്ള ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ള പന്നികളെ കർഷകർക്ക് വലുതാനുള്ള അവകാശം കൊടുക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളൂ. അല്ലാതെ നിലനിൽപ്പില്ല. കർഷകരുടെ അവകാശങ്ങൾക്കായിട്ടാണ്, അപ്പം യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിട്ടാണ് അപ്പം പിതാവ് പറഞ്ഞത്. തീർച്ചയായിട്ടും 100% ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്. പിതാവിനെ ഞങ്ങൾ 100% സപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോൾ കർഷകരെ അങ്ങേയറ്റം പരിപാലിക്കും, സംരക്ഷിക്കും എന്ന് പറയുന്നുവെങ്കിലും അല്പസ്വല്പം സപ്പോർട്ട് ചെയ്യുന്നു, വളരെ ലഘുവായ രീതിയിൽ. എന്നാൽ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ അങ്ങേയറ്റം ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കാരണം, പിതാവ് ഒരു കർഷക കുടുംബത്തിൽ ഈ മലയോര മേഖലയിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന് ഞങ്ങളുടെ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ വികാരവിചാരങ്ങൾ മുഴുവനും അറിയാം. പിതാവിനോടാണ് ഞങ്ങളുടെ പ്രതിസന്ധികൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറ്. ഞങ്ങളുടെ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ പിതാവ് ഞങ്ങളുടെ മേഖലയിൽ വരാറുള്ള സമയങ്ങളിലെല്ലാം ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പിതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണ് ആലക്കോട് വെച്ച് നടന്ന ആ മഹാസമ്മേളനത്തിൽ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞത്. അതിനാൽ ഞങ്ങൾ പിതാവിൻ്റെ പക്ഷത്തു നിന്നാണ്. ഞങ്ങൾ പിതാവിനോട് ചേർന്ന് പിതാവ് പറയുന്ന അഭിപ്രായങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാനാണ്. ഞങ്ങളുടെ ഈ ഇടവകയിലുള്ള മുഴുവൻ ആളുകളും പിതാവിനോട് പക്ഷം ചേർന്നാണ് നിൽക്കുന്നത്. പിതാവ് പറഞ്ഞതിന് അപ്പുറം ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. പിതാവ് ഞങ്ങളുടെ പക്ഷത്താണ്. പിതാവിൻ്റെ തീരുമാനങ്ങൾ 100% ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. അഭിമന്യ പാംബ്ലാനി പിതാവ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഈ കർഷക മക്കൾക്ക് വേണ്ടി ആരുടെ മുൻപിലും ചങ്കുറ്റത്തോടുകൂടി നിവർന്നു നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തു പ്രതിസന്ധികളുണ്ടായാലും ജീവൻ പോയാലും വേണ്ടില്ല, ഞങ്ങൾ വൈദികർ, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അഭിനന്ദ പിതാവും ഞാനുമൊക്കെ ഒരു ബെഞ്ചിലിരുന്ന് സെമിനാരിൽ പഠിച്ചവരാ, ഒരുമിച്ച് പട്ടം സ്വീകരിച്ചവരാണ്. അദ്ദേഹത്തോടൊപ്പം ജീവൻ പോയാലും വേണ്ടില്ല, ഞങ്ങളുടെ ജീവൻ കൊടുത്തും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി, കർഷകരുടെ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കൃഷി ചെയ്ത് ഞങ്ങളിവിടെ താമസിക്കുന്നവരാണ്. ഞങ്ങളുടെ കൃഷിയും കാര്യങ്ങളും എല്ലാം വളരെ നഷ്ടത്തിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ട കൃഷി വസ്തുക്കൾക്ക് വേണ്ട വില കിട്ടുന്നില്ല, റബ്ബറിന് വിലയില്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടതയോടെയാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഞങ്ങൾ പിതാവിനോടാണ് പറയാറുണ്ട്. ഞങ്ങളുടെ ഇടവക പള്ളി പറയാറുണ്ട്, പിതാവിനോടാണ് പറയാറുണ്ട്.
അങ്ങനെ ഒരു കർഷക സമരം സംഘടിപ്പിച്ചപ്പം ഞങ്ങളും അതിൽ പങ്കെടുത്തായിരുന്നു. 10,000 പങ്കെടുത്ത ഒരു കർഷക സമരമായിരുന്നു. അതിൽ പിതാവ് ഞങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി ഞങ്ങളോട് പറഞ്ഞു, റബ്ബറിന് വില 300 രൂപയാക്കുവാണെങ്കിൽ പിന്നെ ഇവിടെ MP ഇല്ല എന്നുള്ളതിൻ്റെ സങ്കടം മാറ്റി തരുമെന്ന് പിതാവ് പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും പിതാവിൻ്റെ പക്ഷത്താണ്, ഞങ്ങൾ വേറെ ആരുടെ പക്ഷത്തുമില്ല. ഞങ്ങളുടെ വിഷമങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് പിതാവിനോളം അറിയാവുന്ന ആരുമില്ല. പിതാവ് ഞങ്ങളുടെ ഇടവക സന്ദർശിക്കുമ്പോൾ ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാറുണ്ട്. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പിതാവ് വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം പല വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഉപകാരവും അവരെ കൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ പിതാവ് ഞങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, ഞങ്ങളുടെ ഗുണത്തിന് വേണ്ടി, ഞങ്ങൾക്കൊരു ജീവിതമാർഗ്ഗം ഉണ്ടാകുന്നതിന് വേണ്ടി, ഞങ്ങൾക്കൊരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് പിതാവ് സംസാരിച്ചത്. അതിലെപ്പോഴും ഞങ്ങൾ പിതാവിൻ്റെ ഭാഗത്താണ് നിൽക്കുക. പിതാവ് പറഞ്ഞത് 100% ശരിയാണെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം പിതാവ് സംസാരിച്ചത് ഈ മലയോരത്തെ ഓരോ കർഷകന് വേണ്ടിയാണ്. അത് ആടുകളെ അറിയുന്ന ഒരു ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു നിലപാടാണ്. ഈ രാജ്യം ഇതുവരെ ഭരിച്ച രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ കർഷകനെ മറന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ മലബാറിൻ്റെ മലയോരം ഇന്ന് ഇതുപോലെ ശുഷ്കമാവുകയും ഈ ജനങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ജനത, ഈ നാട് ഉപേക്ഷിച്ച് മറുനാടുകളിലേക്ക് ചേക്കേറുകയും ചെയ്തു. അതിൻ്റെ ഒരു ദൂരത്തിലുള്ളൊരു ഫലമെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ജനസമ്പത്തിനുണ്ടാകുന്ന വലിയ കുറവ്, അതിനെ ഈ നാട് നാളെ എങ്ങനെ നേരിടും എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷെ അതിനുമൊക്കെ അപ്പുറത്ത് ഇന്ന് ഈ ജനതയെ ഈ അവരുടെ ഒരു അവസ്ഥയിൽ നിലനിർത്താൻ തന്നാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് ഈ ജനതയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് പിതാവ് ഞങ്ങൾക്ക് വേണ്ടി എടുത്ത നിലപാടിലൂടെ വ്യക്തമാക്കിയത്. അത് നാളെകളിൽ ഈ രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രങ്ങളിലും ഭരണകക്ഷികളിലുമൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കോളിളക്കം ഉറക്കം കെടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷിയുടെ വോട്ട് ബാങ്ക് ആണ് എന്നുള്ള നിലയിൽ അവർ കണ്ടിരിക്കുന്നു എന്നതൊഴിച്ചാൽ അങ്ങനെ ഒരു സമീപനം ഈ സമുദായത്തിനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെല്ലാം ഉപരി പിതാവ് പറഞ്ഞ പ്രസ്താവന ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല, അത് ഈ മലയോരത്ത് ഹിന്ദുവായിട്ട് മുസൽമാനായിട്ടൊക്കെ മണ്ണിനോട് പണിയെടുത്ത് അതിലൂടെ ഉപജീവനം കണ്ടെത്തുന്ന ആയിരക്കണക്കിന് കർഷകർക്ക് വേണ്ടി അവരുടെ വേദന അറിഞ്ഞ ഒരു സമുദായ നേതാവ് അല്ലെങ്കിൽ ഒരു കർഷക പുത്രൻ അല്ലെങ്കിൽ കർഷക നേതാവ് എന്ന് പറയാം. കാരണം പിതാവ് ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. അതുകൊണ്ടാണ് പിതാവിന് തീർച്ചയായും ആ നൊമ്പരം മനസ്സിലാക്കാനും അതിനുവേണ്ടി നിലപാടെടുക്കാനും സാധിച്ചത്. തീർച്ചയായും പാമ്പ്ളാനി പിതാവിനോടൊപ്പം ഈ കർഷക ജനത, മലയോര ജനത, ജാതി മത സമുദായങ്ങൾക്കും അപ്പുറത്ത് കർഷകൻ എന്ന വികാരത്തോടെ നിലകൊള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ്. ഞങ്ങൾക്ക് എല്ലാവരെ കുറിച്ചും പറയാനുള്ളത്, അതായത് ഈ ഇടവകയിലേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കർഷകരുടെ വേദനകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാട്ടുപന്നിയും കാട്ടാനയും ഒക്കെ ഇറങ്ങി അവർ കൃഷി ചെയ്യുന്ന ഒരു സാധനം പോലും അവർക്ക് കിട്ടാറില്ല. അവർ വേദനിക്കുകയാണ്. അതുകൊണ്ട് പിതാവിൻ്റെ അടുക്കൽ അവരുടെ വേദനകളും രോദനങ്ങളായി എത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ പിതാവ് അവിടെ കർഷക പ്രതിഷേധ ജാലയിൽ സംസാരിച്ചതെല്ലാം കർഷകരുടെ വേദനകളും വിഷമങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കർഷകരുടെ വേദനകളും വിഷങ്ങളും സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് പിതാവിൻ്റെ വികാരങ്ങൾ, അത് കർഷകരുടെ വികാരങ്ങൾ പിതാവിൻ്റെ വികാരമായി അവിടെ പുറത്തു വന്നതാണ്. പിതാവിൻ്റെ തീരുമാനവും പിതാവിൻ്റെ പ്രസ്താവനയോടും യോജിച്ചൊരു അഭിപ്രായമാണ്. എന്നുവെച്ചാൽ മലയോര കർഷകർക്ക് ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു റബ്ബർ കൃഷി മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി തെങ്ങ്, കമുക്, കശുമാവ് ഒക്കെ ഈ മലയോര പ്രദേശത്തു നിന്ന് ഏകദേശം നശിച്ച ഒരു രീതിയിലൂടെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പിതാവ് ഒരു 300 രൂപ എങ്കിലും അടിസ്ഥാന വില റബ്ബറിന് ലഭിക്കണം എങ്കിൽ മാത്രമേ മലയോര കർഷകർ രക്ഷപ്പെടുകയുള്ളൂ. ആ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് പിതാവ് മലയോര കർഷകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രസ്താവന ചെയ്തത്. അല്ലാണ്ട് സഭയുടെ ഒരു തീരുമാനമായിട്ടല്ല ഇതിനെ നമ്മൾ കാണേണ്ടത്. ഇത് മലയോര കർഷകരെ എങ്ങനെ രക്ഷപ്പെടുത്താം, അതിന് വേണ്ടിയിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ആയെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും മലയോര കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞതിനകത്ത് ഒരു വീഴ്ചയുമില്ല. അത് മലയോര കർഷകരുടെ അഭിപ്രായമാണ്, അല്ലാണ്ട് പിതാവിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. തലശ്ശേരി അതിരൂപതയുടെ ഒരു വലിയ മലഞ്ചെരുവാണ് അഭിനന്ദ പിതാവിൻ്റെ ജന്മസ്ഥലമായ ചരള് ഇടവക. അവിടെ പരിപൂർണമായിട്ടും റബ്ബർ കർഷകരും തെങ്ങ് കർഷകരും കൂലിപ്പണിക്കാരും ഒക്കെയുള്ള ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുമാണ് അഭിനന്ദ പിതാവ് വരുന്നത്. തീർച്ചയായിട്ടും ഓരോ കർഷകൻ്റെയും സ്പന്ദനം മനസ്സിലാകുന്ന ഒരു കർഷക പുത്രനാണ് അഭിനന്ദ പാമ്പ്ളാനി പിതാവ്. പിതാവ് ഒരു കർഷക പുത്രനാണ്.
കർഷകരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു പിതാവാണ്. കർഷകരുടെ സ്പന്ദനങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഞാൻ പിതാവിനെ പിന്തുണയ്ക്കുകയാണ്. കാരണം കർഷകർക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. എവിടെയെല്ലാം പോയിരിക്കുന്നു അവിടെയെല്ലാം കർഷകരുടെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പിതാവ്. അതുകൊണ്ട് പിതാവ് പറഞ്ഞതിനോട് ഞാൻ തീർത്തും യോജിക്കുകയാണ്. അത് പറഞ്ഞ കർഷകർക്ക് വേണ്ടി പിന്നെ ഭരിക്കുന്ന ഒരു ഭരണത്തെ, ഒരു അധികാര വർഗത്തെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പിതാവ് അത്രയും പറയാനായിട്ട് ഇടവന്നത്. കാരണം കർഷകനില്ലെങ്കിൽ മറ്റൊന്നുമില്ല. വേറെ എന്തെല്ലാം ഉണ്ടായാലും കർഷകനില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും പിതാവിൻ്റെ ആശയത്തോട് ഞാൻ യോജിക്കുന്നു. ഞങ്ങൾ അങ്ങേയറ്റം പിതാവിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം വിലയിടിവ് എന്തെല്ലാം ഉണ്ടാക്കിയോ, കപ്പ ഉണ്ടാക്കിയാലും കപ്പ കൃഷി ചെയ്താലും നെല്ല് കൃഷി ചെയ്താലും എന്ത് വിളകളുണ്ടെങ്കിലും തെങ്ങും മുഴുവനും വന്യമൃഗങ്ങൾ നശിപ്പിച്ച് മനുഷ്യന് കർഷക നിരാശയുടെ വക്കിലെത്തിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കർഷകർക്ക് വേണ്ടി സംസാരിച്ച പിതാവിനെ ഞങ്ങൾ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നു. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മലയോര കർഷകർക്ക് അതിജീവനത്തിനുള്ള ഒരു വഴി എന്നുള്ള രീതിയിലാണ് തൻ്റെ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതിനെ പല രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇടത് വലത് സർക്കാരുകളുടെ പ്രതിനിധികളും പാർട്ടിക്കാരും ഒക്കെ ആ ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് അവർക്കൊന്നും ഈ ഒരു വിഷയത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് അവർ പറയുന്നതിൻ്റെ ഒരു ബേസ് എന്നാണ് മനസ്സിലാക്കുക. കാരണം ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഇത്തരത്തിൽ ഒരു സംഘി ചാപ്പ കുത്തിക്കൊണ്ട് കത്തോലിക്ക സഭയെ മുഴുവൻ ഒരു പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായും നമുക്ക് പിതാവിൻ്റെ ഒരു പ്രസ്താവനയോട് തീർച്ചയായും ഞങ്ങളെല്ലാവരും യോജിക്കുകയാണ്. ഞാനൊരു മലയോര കർഷകൻ്റെ മകനാണ്. റബ്ബറിൻ്റെ അല്ലെങ്കിൽ മറ്റ് നാണ്യവിളകളുടെ ഒക്കെ വില വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കർഷക മക്കളുടെ വേദന മനസ്സിലാക്കിക്കൊണ്ടാണ് പിതാവ് ഇടപെട്ടതും സംസാരിച്ചതും. അതിനെ തീർച്ചയായും നമുക്കറിയാം, വോട്ട് ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് വന്നപ്പോഴാണ് ഈ പറയുന്ന ഇടത് വലത് സംഘടനകൾക്കൊക്കെയും ചൂട് പിടിച്ചു തുടങ്ങിയത്. അതുവരെയും മാധ്യമങ്ങൾ പോലും, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന മലയോര കർഷകനെ വോട്ടിൻ്റെ വിഷയത്തിലേക്ക് വന്നപ്പോഴാണ് കാര്യമായിട്ട് ആളുകൾ ഇടപെട്ട് തുടങ്ങിയത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് പല ഇടത് വലത് സംഘടനകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ക്രൈസ്തവരോടുള്ള സ്നേഹത്തെ പ്രതി അവർ പറയുന്ന കാര്യങ്ങളാണ്. അതായത് BJP കേരളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രൈസ്തവരെ മൊത്തം അമർച്ച ചെയ്ത് കളയും, കൊന്നുകളയും എന്നുള്ള രീതിയിലാണ്. തീർച്ചയായും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. കാരണം എന്തായാലും ഞങ്ങൾ ഇവിടെ കാട്ടാനയുടെ ചവിട്ട് കൊണ്ടിട്ടോ അല്ലെങ്കിൽ കാട്ടുപന്നിയുടെ കുത്തു കൊണ്ടിട്ടോ അല്ലെങ്കിൽ കടുവയെ കടിച്ചു കീറിയിട്ടോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ചാകാൻ വേണ്ടി തന്നെയാണ് ഇവിടെ മലയോര കർഷകർ ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇനി വിശ്വാസത്തിൻ്റെ പേരിൽ ചാകാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ, ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ പേരിലാണ് ചാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും അഭിവന്ദ്യ പാംബ്ലാനി പിതാവ് പറഞ്ഞതുകൊണ്ട് 100 അല്ല 101% ഉറച്ചു നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കർഷകന് വേണ്ടി നിലകൊള്ളുന്ന ആരായാലും അത് ഏത് ചെകുത്താൻ വന്നാലും സാരമില്ല, കർഷകന് ജീവിക്കണം, ഞങ്ങൾക്ക് അതിജീവനത്തിലുള്ള വഴി വേണം. അതാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതിന് പിതാവിൻ്റെ ഒപ്പം 100% ഞങ്ങളുണ്ട്. കേരളത്തിൽ ഇപ്പം നമുക്ക് ഇടതുമുണ്ട് വലതുമുണ്ട്. ഈ 2 പേരുടെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മൂന്നാമത്തത് ഊഹിച്ച് പറയാവുന്നതേ ഉള്ളൂ. അത് പിതാവ് നട്ടലോടുകൂടെ പറഞ്ഞു. ഇനി നമ്മൾ ആരെയും താങ്ങിയിട്ട് കാര്യമില്ല, ഇടതിനെയും വലതിനെയും താങ്ങി, അതെല്ലാം നമുക്ക് വൻ പരാജയമായിരുന്നു, അവരെല്ലാം ചതിച്ചു. അപ്പോൾ ഇന്ന് കർഷകൻ്റെ ഗതി അത്രമാത്രം ദൗർഭാഗ്യകരമായി പോയിരിക്കുന്നു. അത് മനസ്സിലാക്കാനായിട്ട് ഹൃദയമുള്ള ഒരു പിതാവാണ്. ആ വേദനയാണ് പിതാവിൻ്റെ വാക്കുകളിലൂടെ. ഞങ്ങൾക്ക് കൃഷി ചെയ്യുന്ന ഒന്നിനും വിലയില്ല. പിന്നീടാണെങ്കിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിനു മുമ്പേ പന്നികൾ കൊണ്ടുപോയി തിന്നും. കാട്ടുമൃഗങ്ങളുടെ ശല്യം കർഷകനെ സംബന്ധിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിന് എതിരെ അതിനു വേണ്ടി അധ്വാനിക്കാനോ സംസാരിക്കാനോ ആരുമില്ലാത്ത അവസ്ഥയായി ഇവിടെ. വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ അവരവർക്ക് വേണ്ടി നിലനിൽപ്പിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും. കർഷകനെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് പിതാവ് ഇപ്പോൾ കർഷകന് വേണ്ടി സംസാരിച്ചത് 100% ശരിയാണ്. ഞങ്ങൾക്ക് വേണ്ടി പിതാവ് സംസാരിച്ചല്ലോ എന്നോർത്ത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിനുവേണ്ടി പിതാവ് എത്രത്തോളം പോയാലും അത്രത്തോളം ഞങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ മുഴുവനും, ഇന്ത്യയിൽ തന്നെയല്ല ലോകത്തിൽ മുഴുവൻ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. ഇതുകൊണ്ട് കർഷകർക്ക് ഗുണം മാത്രമേ വരുള്ളൂ. കർഷകരുടെ വിഷമങ്ങൾ സാധാരണക്കാർക്ക്, അതായത് ഈ
ഭരണവർഗത്തിന് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് അതിൻ്റെ ശരിക്കുള്ള വിഷമങ്ങൾ അറിയത്തുള്ളൂ. അത് ഒരു കർഷകപുത്രനായ പിതാവിന് 100% അറിയാവുന്നതുകൊണ്ടാണ് പിതാവ് അതിനുവേണ്ടി അങ്ങനെ ശബ്ദിച്ചത്. ഞങ്ങളുടെ വികാരമാണ്, അതായത് കർഷക ജനതയുടെ വികാരമാണ് പിതാവിൻ്റെ വായിലൂടെ ഈ ലോകത്തെ അറിയിക്കാൻ ഈ അവസരമായത്. പിതാവ് കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. അതുപോലെ തന്നെ ഞങ്ങളും കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. മലയോര മേഖലയിലുള്ള എല്ലാവരും കർഷകരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിതാവ് ആ വികാരങ്ങൾ ഉൾക്കൊള്ളുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് പിതാവിന് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും ഞാൻ നൽകുന്നു. പിതാവ് പറഞ്ഞ കാര്യം 100% ശരിയാണ്. നമ്മുടെ കർഷക മക്കളെ രക്ഷിക്കാൻ നമ്മൾ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ പിന്തുണച്ചും സഹായിച്ചും പോകുന്നു. ഇന്ന് വരെ നമ്മൾ കർഷകരെ ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന തലമുറകൾ കർഷകരെ രക്ഷിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും അവർക്ക് പിന്തുണ കൊടുക്കാൻ പറഞ്ഞ് 100% ജനങ്ങൾ അംഗീകരിക്കുന്നു. ഇവരെ പല മാറി മാറി വന്ന രാഷ്ട്രീയക്കാരെ എല്ലാം പിന്തുണച്ച് കർഷകർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ കടങ്ങളും തൂങ്ങി ആത്മഹത്യകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർഷക മക്കളെ അംഗീകരിക്കാൻ തയ്യാറായിട്ട് വരുന്ന ഏത് രാഷ്ട്രീയം, അതിൻ്റെ അകത്ത് BJP എന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ ഞങ്ങൾക്കില്ല. ഏത് രാഷ്ട്രീയക്കാർ കർഷകരെ രക്ഷിക്കാൻ കടന്നു വന്നാലും ഇനിയുള്ള തലമുറകൾ, ഇനിയുള്ള ചെറുപ്പക്കാർ, യുവാക്കൾ എല്ലാവരും പിതാവ് പറഞ്ഞ കാര്യത്തിൽ 100% അംഗീകരിക്കുന്നു. പിതാവ് പറഞ്ഞ അഭിപ്രായത്തോട് 100% യോജിക്കുകയാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തരും കർഷകർക്ക് വേണ്ടി ഒരുപാട് വാഗ്ദാനങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ കർഷകൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യയിലേക്ക് മുന്നോട്ട് പോകുന്ന കർഷകനെ കൈപിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പിതാവ് കർഷകർക്ക് വേണ്ടി സംസാരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിലെ പ്രധാനമായ റബ്ബർ കർഷകരുടെ പ്രശ്നം ഇന്ന് റബ്ബർ വെട്ടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ റബ്ബർ കർഷകരെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും പിടിച്ചുയർത്തണമെങ്കിൽ ഒരു 300 രൂപ താങ്ങുവിലയെങ്കിലും ലഭിക്കുന്ന തരത്തിലേക്ക് മാറിയെങ്കിൽ മാത്രമേ അതിന് ഏത് രാഷ്ട്രീയ പാർട്ടി കർഷകരെ സഹായിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രത്യേകിച്ച് കർഷകർക്ക് രാഷ്ട്രീയമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള കൈത്താങ്ങാണ് രാഷ്ട്രീയ പാർട്ടികൾ നൽകേണ്ടത്. അതിനുവേണ്ടിയാണ് കർഷകർ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. പിതാവ് കർഷകരുടെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുകയും അതോടൊപ്പം എവിടെയെങ്കിലും വേദനകൾ ഉണ്ടായാൽ അവിടെയെല്ലാം ഓടിയെത്തുകയും ചെയ്യുന്ന പിതാവാണ്. കഴിഞ്ഞ ദിവസം തന്നെ പയ്യാവൂര് വെച്ചിട്ട് വലിയ ഒരു പ്രതിഷേധ പ്രകടന റാലി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പിതാവ് പങ്കെടുത്തു. അതുപോലെ തന്നെ മലയോരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ റാലികൾ നടത്തപ്പെട്ടു. കാട്ടാന ചവിട്ടി കൊന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെ വേദനകൾ മനസ്സിലാക്കി. അതുപോലെ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങി പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ വേദനിപ്പിച്ച എല്ലാ സംഭവങ്ങളിലും പിതാവ് ഇടപെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിതാവ് പറഞ്ഞത് 100% സത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. കർഷക കുടുംബത്തിലെ ഓരോരോ റബ്ബർ വെട്ടി പാലെടുത്ത് ഉറയൊഴിച്ച് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു അപ്പൻ്റെ അമ്മയുടെയും മകനാണ്. അപ്പം ഈ റബ്ബറിൻ്റെ വില ഞാൻ മാറി മാറി വന്ന ഓരോ രാഷ്ട്രീയ കക്ഷികളും നമ്മളോട് പറഞ്ഞു, വാഗ്ദാനം ചെയ്തു 250 തരാം, 300 തരാം, ഇങ്ങനെ ഓരോ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഞങ്ങൾക്ക് കിട്ടുന്നത് 100, 150, 110, 120 ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു വിലയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ജീവിത ചെലവ്, കറണ്ട് ബില്ല് എല്ലാത്തിനും ഉള്ളത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ നമ്മുടെ ജീവിത ചെലവിന് ഞങ്ങൾക്കായി ജീവിക്കാനായിട്ടൊന്നും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾക്ക് റബ്ബറിൻ്റെ വിലയെങ്കിലും ഞങ്ങൾക്ക് കൂട്ടിക്കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ നിർവാഹമില്ലാണ്ടായി. കടക്കണികൾ കൊണ്ട് ബാങ്ക് ജപ്തി മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു ദുസ്സഹമായി നിൽക്കുന്ന ഒരു മലയോര മേഖല മൊത്തത്തിൽ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിതാവ് ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ജീവൻ നൽകുന്ന ഒരു എന്താ പറയുക, തണുത്ത് ഉറഞ്ഞു കിടന്നിരുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞങ്ങളൊന്ന് ഉണർത്തുന്നതിന് സമമാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം രാഷ്ട്രീയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഗുണം ചെയ്യാത്ത ഒരു രാഷ്ട്രീയം ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിതാവ് പറഞ്ഞത് 100% സത്യമാണ്. കാരണം പിതാവ് ഒരു കർഷകനാണ്, കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. പിതാവിന് അതിൻ്റെ വില മനസ്സിലാവും, കർഷക മക്കളുടെ ഒരു അവസ്ഥ മനസ്സിലാവും. അപ്പം പിതാവ് ഈ ചെയ്തതിന് അല്ലെങ്കിൽ പിതാവ് ഈ പറഞ്ഞതിന് ഞങ്ങൾക്ക് രാഷ്ട്രീയ നോട്ടമില്ല. മലയോര മക്കൾ എന്തായാലും കൂടെ നിൽക്കും. ഞങ്ങൾക്ക് കൂടെ നിൽക്കാതെ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ അവസ്ഥ അതാണ്. ഇത് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 100% കർഷകരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പിതാവ് സ്വീകരിച്ചത്. കർഷകരെ പിതാവിൻ്റെ പ്രസ്താവനയോട് 100% യോജിക്കുന്നുണ്ട്. ഇത് സഭയുടെ ഒരു കാഴ്ചപ്പാടെന്ന നിലയിലല്ല പിതാവ് അത് അവതരിപ്പിച്ചത്. ഇത് മലയോര കർഷകരുടെ, പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പരിധിയിൽ വരുന്ന
കർഷകരുടെ അഭിപ്രായം പിതാവ് ആ പൊതുവേദിയിൽ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. പിതാവിനെ ഈ മേഖലയിലുള്ള കർഷകർ 100% സപ്പോർട്ട് ചെയ്യും. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അഭിമന്യ പിതാവിനോടൊപ്പം ഉണ്ട്. പിതാവിൻ്റെ ശബ്ദം കർഷക ശബ്ദമാണ്, അത് രാഷ്ട്രീയ ശബ്ദമല്ല. മരിക്കേണ്ടി വന്നാലും തലശ്ശേരി അതിരൂപതയുടെ വലിയ ഇടയൻ മാർ ജോസഫ് പാംബ്ലാനിക്കൊപ്പം ധീരമായി നിലകൊള്ളുമെന്ന് ഉറച്ചു തന്നെയാണ് തലശ്ശേരി അതിരൂപതയിലെ മലയോര കുടിയേറ്റ ജനതയ്ക്ക് ഒന്നടക്കം ഷെക്കേന ന്യൂസിനോട് പറയാനുള്ളത്. കണ്ണൂരിൽ നിന്ന് ബേസിൽ ജോർജിനൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.